ഹലോ മക്കളെ, ഇന്ന് മിസ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയൊരു കോണ്ടന്റ് വീഡിയോ ആയിട്ടാണ്. എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്? യു ക്യാൻ സീ ഹിയർ പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ? നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ ശരിക്കും പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഇത് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാൻ നിങ്ങൾക്കറിയാം. നമ്മൾ സംസാരിക്കുന്നതിന് നമ്മൾ പറയുമ്പോൾ നമ്മൾ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമ്മുടെ ഒരു സെന്റൻസ്, ഒരു വാചകത്തിൽ വരുന്ന വാക്കുകൾ ഏതെല്ലാം കാറ്റഗറിയിലാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് ഉൾക്കൊള്ളുന്നതാണ് ഇത് പാർട്സ് ഓഫ് സ്പീച്ച്, ഒരു വാചകത്തിന്റെ ഭാഗങ്ങൾ. ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് എന്താ ചോദിക്കുന്നത്? വാട്ട് ഡു യു മീൻ ബൈ പാർട്സ് ഓഫ് സ്പീച്ച്? നിങ്ങൾ എന്താണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് എന്താ അറിയാം പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. നമുക്കതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എങ്ങനെ നമ്മൾ അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുക? ഇവിടെ ശ്രദ്ധിക്കാം. എ കാറ്റഗറി ടു വിച്ച്, അല്ലെ, എന്താ നമ്മളിവിടെ പറയുന്നത്? എ കാറ്റഗറി ടു വിച്ച് എ വേർഡ് ഈസ് അസൈൻഡ്. എ കാറ്റഗറി പറയുന്നത് ഒരു തരം തിരിവ്, അല്ലെ? നമ്മൾ എന്താണ് ഒരു തരം തിരിക്കാൻ പോവാണ്. ടു വിച്ച് എ വേർഡ് ഈസ് അസൈൻഡ്, ഒരു വാക്ക് ഏത് കാറ്റഗറിയിൽ പെട്ടതാണോ. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു സ്ഥലത്ത് ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, ഒരു ആപ്പിൾ വെച്ചിട്ടുണ്ട്, അടുത്തത് നമ്മൾ നോക്കാം ഒരു ക്യാബേജ് വെച്ചിട്ടുണ്ട്, അടുത്തത് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാം, നീ ഇതിനൊന്ന് തരം തിരിച്ചേ എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആപ്പിളിനെ ഫ്രൂട്ട്സിന്റെ അവിടെ കൊണ്ടുവയ്ക്കും, ക്യാബേജിനെ വെജിറ്റബിളിന്റെ അവിടെ കൊണ്ടുവയ്ക്കും, ക്ലോത്ത്സിനെ എടുത്തിട്ട് എന്ത് ചെയ്യും? ക്ലോത്ത്സിന്റെ കൂടെ മെറ്റീരിയൽ എടുത്തിട്ട് എന്ത് ചെയ്യും? തുണി വെക്കുന്നിടത്ത് കൊണ്ടുവയ്ക്കും. അതൊരു കാറ്റഗറൈസേഷൻ ആണ്. അതേപോലെ എ കാറ്റഗറി ടു വിച്ച് എ വേർഡ് ഈസ് അസൈൻഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ഇറ്റ്സ് ഫങ്ഷൻ. ഒരു വാക്ക് നമ്മൾ ഈ സെന്റൻസിൽ നോക്കുമ്പോൾ ആ വാക്കിന്റെ അർത്ഥം എന്താണോ, അതിന്റെ ഫങ്ഷൻ എന്താണോ, അതിന്റെ ഡ്യൂട്ടി എന്താണോ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? തരം തിരിക്കും. ഇപ്പോ രാജു കിൽഡ് എ സ്നേക്ക്. രാജു എന്താ? ഒരു പേരാണ്. നമ്മൾ പറയാണ് രാജു എന്ന് പറയുന്നതിന്റെ കാറ്റഗറി എന്താ? പേര്. കിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വേർബാണ്, ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പൊ നമ്മൾ കിൽഡിന് എന്ത് തരം തിരിച്ചു? നമ്മൾ എന്താക്കി? അതൊരു വേർബാക്കി. അപ്പോ ഒരു സെന്റൻസിലെ വാക്കുകൾ നമ്മൾ അതിന്റെ ഫങ്ഷൻസിനനുസരിച്ചിട്ട് അതിന്റെ അർത്ഥത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ട് തരംതിരിക്കും. അതിന് തന്നെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്. എന്താണെന്നല്ല അറിയേണ്ടത്, എത്രയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നമ്മളിന്ന് പഠിച്ചിരിക്കണം. ഏതൊക്കെയാണ് ഇത്, എന്താണ് ഓരോന്നും എന്നുള്ളത് എന്ത് ചെയ്യും? നമ്മൾ വരും വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. വലിയ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഒറ്റയടിക്ക് ഇന്നത്തെ വീഡിയോയിൽ കലക്കി കുടിക്കാൻ നമുക്ക് കഴിയില്ല, അത് കൊളാവും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് നമ്മൾ ഏതൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പഠിക്കും. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് ഓരോന്നും എന്താണെന്ന് പഠിക്കും. ഫസ്റ്റ് വൺ നോക്കി, ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് നമ്മളിതിന് മുൻപ് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എ ആൻഡ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്ക് പഠിക്കാം. നമ്മൾ ഓൾറെഡി ചെയ്ത്, എന്നാലും ഇനിയും നമ്മൾ പഠിക്കും. നെക്സ്റ്റ് വൺ നോക്കിയേ, ആഡ്വേർബ് ആണ്. ആഡ്വേർബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു വാക്കും കൂടി ഉണ്ട്, വേർബ്, ഒരു പ്രവൃത്തി. ആ പ്രവൃത്തി എന്താണ്? അതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യുന്ന വാക്കുകളെ നമ്മൾ ആഡ്വേർബ് എന്ന് വിളിക്കും. ഇവിടെ നോക്കിയേ, സോഫ്റ്റ്ലി, നെവർ, ട്രൂ, മോസ്റ്റ്ലി, സ്ലോലി, ഇങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇത് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ക്ലാസ്സിൽ പഠിക്കും. തേർഡ് വൺ എന്താണ്? ഇറ്റ് ഈസ് ഇൻ ടു, ബിസൈഡ്, നിയർ, ബിറ്റ്വീൻ, ബിഹൈൻഡ്, ഇൻ, ഔട്ട്. ഇതൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇറ്റ് ഈസ് എന്താണ്? ദിസ് ഈസ് പ്രിപ്പോസിഷൻ. അപ്പോ മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണ്? ദിസ് ഈസ് പ്രിപ്പോസിഷൻ ആണ്. പ്രിപ്പോസിഷൻ ആണ് ഇത് തേർഡ് പാർട്സ് ഓഫ് സ്പീച്ച്. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾ പാർട്സ് ഓഫ് സ്പീച്ച് എന്ത് ചെയ്ത് കേട്ടിട്ട് അന്താളിക്കരുത്. ഓക്കെ, ഇതോടുകൂടി പാർട്സ് ഓഫ് സ്പീച്ച് എന്ത് ചെയ്യണം? നമ്മളങ്ങ് സെറ്റാക്കി പോകണം. സെറ്റ് അല്ലേ? അടുത്തത് നോക്കിയാടാ നിങ്ങൾ. അടുത്താണ് കൺജക്ഷൻസ്. എന്താ കൺജക്ഷൻസ്? ആൻഡ്, ഓൾസോ, ഫോർ, ബട്ട്, യെറ്റ്. ഇതൊരു കൺജക്ഷൻസ് പറയുന്നത് ജോയിനിങ് ആണ്. നമ്മൾ രണ്ട് വാക്കുകൾ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അത് തന്നെയാണ് കൺജക്ഷൻ. കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് വീഡിയോ പഠിക്കും. സോ കൺജക്ഷൻസ്. അപ്പൊ ഏതൊക്കെയാണ് കൺജക്ഷൻസ്? നോക്കി, ആൻഡ്, ഓൾസോ, ഫോർ, ബട്ട്, യെറ്റ്. അപ്പൊ പ്രിപ്പോസിഷന് ശേഷം വരുന്ന പാർട്സ് ഓഫ് സ്പീച്ച് ഏതാടാ? ഇറ്റ് ഈസ് കൺജക്ഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായിട്ടുണ്ടോ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് വൺ, ഇന്റർജെക്ഷൻസ്. പലതരത്തിലുള്ള എക്സ്പ്രഷൻസ്. വാവ്, ഹേ, ഹുറേ, വെയിറ്റ്, yippee, oh no, ഷാഗ്, ഔച്ച്, യേ. അപ്പൊ എന്താ ഇത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ പല ടൈപ്പിലുള്ള പല സമയത്തുള്ള നമ്മൾ എന്താണ്? എക്സ്പ്രഷൻസ് ആണ്. അതിന് നമ്മൾ എന്ത് പറയും? ഇന്റർജെക്ഷൻസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ വി ഹാവ് പ്രൊനൗൺ. പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഒരു പേരിന് പകരം നമ്മൾ അവൻ, അവൾ, ഇവർ, ഞങ്ങൾ എന്നൊക്കെ പറയും. ഹി, ഷീ, ഇറ്റ്, വി, us, they,
അല്ലേ? അതാണ് എന്ത്? പ്രൊനൗൺ. അപ്പൊ നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണ്? ദിസ് ഇസ് പ്രൊനൗൺ. നെക്സ്റ്റ് വൺ ഏതാടാ? നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇസ് ആക്ഷൻ. വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ വേർഡ് ആണ്, ഒരു പ്രവൃത്തിയാണ്. ഐ എം ടേക്കിംഗ് ക്ലാസ്, ഐ എം റണ്ണിങ്, ഐ എം ടോക്കിംഗ്, സ്പീക്കിംഗ്, അല്ലേ? ഇതൊക്കെ എന്താണ്? ഒരു പ്രവൃത്തികളാണ്, ഒരു ആക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് പറയും? വേർബ് എന്ന് പറയും. അപ്പൊ നെക്സ്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതാണ്? ഇറ്റ് ഈസ് വേർബ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ വി ഹാവ് ആൻഡ് ദ ലാസ്റ്റ് വൺ വി ഹാവ് ഇറ്റ് ഈസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? പേര്. അതെന്തോ ആയിക്കോട്ടെ, ഒരു സ്ഥലത്തിന്റെ പേരായിക്കോട്ടെ. ഇപ്പൊ തൊണ്ടയാട്, അല്ലെങ്കിൽ കാലിക്കറ്റ്, ഇന്ത്യ, സ്വിറ്റ്സർലാൻഡ്, ന്യൂയോർക്ക്, USA പേരായിക്കോട്ടെ. ഇനി ഒരാളെ പേരായിക്കോട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അൻവറ, അമിന, ഫത്തിമ, ആര്യ, അങ്കിത, അഞ്ചിത, അല്ലേ? സോ എന്താണ്? വ്യക്തികളുടെ പേരാവാം. ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരായിക്കോട്ടെ. അപ്പോൾ എന്താണ്? നെയിം ഓഫ് എ പ്ലേസ് ആകാം, നെയിം ഓഫ് എ പീപ്പിൾ ആകാം, ആളുകളുടെ, വ്യക്തികളുടെ, സ്ഥലങ്ങളുടെ ഒക്കെ പേരാകാം. ബേസിക്കലി എന്താ നമ്മൾ പറയാ? നൗൺ, പേര്, അല്ലേ? അപ്പോൾ ഒരു സെന്റൻസിൽ പേര് വന്നാൽ നമുക്കറിയാം ദാറ്റ് ഇസ് നൗൺ. നമ്മൾ എന്താണ്? അവിടെ ഒരു വിശേഷണം കൊടുത്തു. ഇനി ആ പേരിന് ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാജു ഈസ് എ ബ്യൂട്ടിഫുൾ ബോയ്, നമ്മൾ പറയാ രാജു ഇസ് എ ബ്യൂട്ടിഫുൾ ബോയ്, രാജു നല്ല ഭംഗിയുള്ള പയ്യനാ. അപ്പൊ നമ്മൾ രാജു എന്നുള്ള പേരിന് അവിടെ എന്താണ്? ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അങ്ങനെ നൗണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്താ വിളിക്കുക? അഡ്ജക്റ്റീവ് എന്ന് വിളിക്കും. ഒരു നൗണ്ട് നമ്മൾ ഭംഗിയാക്കി പറയാം. രാജു ഇസ് എ ബ്യൂട്ടിഫുൾ ബോയ്, ഐ എം എ സ്മാർട്ട് ലേഡി എന്ന് ഞാൻ എന്നിട്ട് പൊക്കി പറഞ്ഞ അവിടെ എന്താണ്? ഐ ആം എന്ന് പറയുന്ന നൗണ് ഞാൻ എന്ത് ചെയ്തു? ഒന്ന് അങ്ങ് പൊക്കി ഭംഗിയാക്കി, സ്മാർട്ട് എന്ന് പറഞ്ഞിട്ട്. അത് തന്നെയാണ് അഡ്ജക്റ്റീവ്. സോ ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ഏതാടാ? ദാറ്റ് ഈസ് അഡ്ജക്റ്റീവ്. ഓക്കെ, ഇവിടെ നോക്കിയേ, സോഫ്റ്റ് ഉണ്ട്, സോഫ്റ്റ്, ഹാർഡ്, ഫാസ്റ്റ്, സ്ലോ, ബാഡ്, ഗുഡ്. ഇതൊക്കെ എന്താണ്? അഡ്ജക്റ്റീവ് വേർഡ്സ് ആണ്. നമ്മൾ പല കാര്യങ്ങൾക്കും എന്താണ്? ഐഡന്റിഫൈ ചെയ്ത് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് പറയാൻ വയ്ക്കുന്ന. ഷീ ഈസ് എ ഫാസ്റ്റ് റണ്ണർ, അവൾ അടിപൊളി ഭയങ്കര ഓട്ടം ഓടുന്നതാണ്. ഷീ ഈസ് എ സോഫ്റ്റ് പേഴ്സൺ, അവൾ സോഫ്റ്റ് പേഴ്സൺ ആണ്. നോക്കിയേ, ഹീ ഈസ് എ ബാഡ് ഗൈ, ചീത്ത പയ്യനാണ്. ഹീ ഈസ് എ ഗുഡ് ഗായ്, അവന് നല്ല കുട്ടിയാണ്. Rabbit runs fast, മുയൽ പെട്ടെന്ന് ഓടും. But the tortoise, it walks very slow. അത് മെല്ലനെയാണ് നടക്കും. അപ്പോൾ നമ്മളൊരു പേരിന് എന്താണ്? നമ്മളൊന്ന് മോഡിഫൈ ചെയ്ത് പറയാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നമ്മൾ എന്താ ആക്ച്വലി പറയാ? ഇറ്റ് ഈസ് അഡ്ജക്റ്റീവ് എന്ന് പറയും. സോ adjective നമ്മൾ പറഞ്ഞു. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. noun we discuss, verb, the third one it is verb, fourth one pronoun, fifth one interjection, sixth one conjunctions, seventh one prepositions, eighth one adverbs, then the last ninth one it is article. So in total we have 9 parts of speech. 9 കാര്യമാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട് മിസ് വിചാരിക്കുകയാണ്. വി സ്റ്റോപ്പ് ഹിയർ. ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് എന്താണ്? ഇൻ കമ്മിങ് വീഡിയോസ് ഇറ്റ് വിൽ ബി അപ്ലോഡഡ്. അപ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെല്ലാവരും കാണണം. ആസ് ഓൾവേസ് ഞാൻ വീണ്ടും പറയാണ്, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയക്കാം, അവരും പഠിക്കട്ടെ, അല്ലേ? കേരളം പഠിക്കട്ടെ, സൈലം എപ്പോഴും പറയുന്ന പോലെ നിങ്ങളും എന്ത് ചെയ്യുക? കൂടുതൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇതേപോലെ നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ മാക്സിമം നിങ്ങൾ കാണണം. ലാംഗ്വേജ് ഒക്കെ പഠിക്കണം, റൂൾസ് ഒക്കെ പഠിച്ച് നല്ല കടിച്ച് മിന്നിച്ച് എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് പറയണം. ഓക്കെ, സോ വെയിറ്റ് ഫോർ മീ. ഞാൻ വീണ്ടും വരും വിത്ത് എ ന്യൂ കോണ്ടന്റ്, ഒരു പുതിയ കോണ്ടന്റുമായിട്ട്, വിത്ത് എ ന്യൂ വീഡിയോ, പുതിയൊരു വീഡിയോമായിട്ട്, വിത്ത് എ ന്യൂ ലെസൺ, പുതിയൊരു പാഠവുമായിട്ട്. ടിൽ ദാറ്റ് you all take care. Wait for me. It's me, Anvara from Salem Learning. Bye.